വ്യോമ മോട്ടോഴ്സ് ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിലേക്ക്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഡിസംബറിൽ വിൽപ്പന ആരംഭിക്കുമെന്ന് സിഇഒ വർഷ അനൂപ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നോർത്ത് ബലവാർഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ ഞായറാഴ്ച മേയർ മുസ്ലിം മഠത്തിൽ വാഹനങ്ങളുടെ ലോഞ്ചിംഗ് നിർവഹിക്കും. വ്യോമ മോട്ടോഴ്സ് എന്ന് പറയുന്നത് ഒരു പുതിയ സ്റ്റാർട്ടപ്പാണ്. 2018 തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പാണ്. സോ നമ്മൾ ബേസിക്കലി മുംബൈയിലാണ് ഇപ്പം ഇതിൻ്റെ കമ്പനി സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഞാൻ കണ്ണൂരിൽ നിന്നാണ്. നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് നമ്മുടെ കോളേജ് ഗ്രാജുവേഷന് കഴിഞ്ഞിട്ടായിരുന്നു. ഞാനും ഷോമിക്കും എയറോസ്പേസ് എൻജിനീയേഴ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സംരംഭമാണിത്. വ്യോമ മോട്ടോഴ്സ് എന്നുള്ളത് ഒരു ഇ മൊബിലിറ്റി പ്ലാറ്റ്ഫോമാണ്. ബേസിക്കലി ഇ മൊബിലിറ്റി പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പവർ ട്രെയിൻ, പിന്നെ ഈ ബോഡി, ഇലക്ട്രോണിക് കമ്പോണൻസ് എല്ലാം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇത് നമ്മൾ പേഴ്സണൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിലേക്ക് ഇതിനെ സ്കെയിൽ ചെയ്യാൻ പറ്റും. അപ്പം ഈ പ്ലാറ്റ്ഫോം ആദ്യം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്കൂട്ടറും ആൻഡ് ബൈക്കിലാണ്. സോ ബേസിക്കലി നമ്മുടെ ഈ സ്കൂട്ടറിൻ്റെ പേര് തണ്ടർബോൾട്ട് E1 എന്നാണ്. അത് 318 കിലോമീറ്റർ വരെ ഒറ്റ ചാർജിൽ പോവും. ഇത് ARAI സർട്ടിഫൈഡ് ആൻഡ് ടെസ്റ്റഡ് ആണ്. ആൻഡ് നമ്മുടെ ബൈക്ക് അത് 458 കിലോമീറ്റർ വരെ അതിന് പോവും. ഈ കോൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു റെട്രോ സ്റ്റൈലിംഗ് കോൺസെപ്റ്റിലാണ്. അതാണ് നമ്മൾ ഡിഫറൻസിയേഷൻ പോയിന്റും. പിന്നെ അതുകൂടാതെ ചാർജ് ചെയ്തതിന് ശേഷം ഇത്രയും കിലോമീറ്റർ പോകുന്നുള്ളത്. ഇപ്പം നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ഉള്ളത്. 3 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ പ്രീ ഓർഡേഴ്സ് തുടങ്ങും. പിന്നെ ഈ ഡിസംബർ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ അതിനെ മാർക്കറ്റിലേക്ക് റോൾ ഔട്ട് ചെയ്യാനാണ് പ്ലാൻ ഉള്ളത്. തണ്ടർബോൾട്ട് സ്കൂട്ടർ, സ്റ്റാർക്ക് ഇലക്ട്രിക് ബൈക്ക് എന്നിവയാണ് കസ്റ്റമൈസേഷൻ ഓപ്ഷനുകളോടെ വിപണിയിലെത്തുന്നത്. GPS ട്രക്കിംഗ്, സുരക്ഷാ സവിശേഷതകൾ എന്നിവയും ഉണ്ടാകും. സവാരിക്കിടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന വിധത്തിലാണ് വാഹനം നിർമ്മിച്ചത്. വാർത്താ സമ്മേളനത്തിൽ ഷോമിത് മൊഹന്തി, ഹോസേഫ് ഇറാനി, AP വത്സലൻ എന്നിവരും പങ്കെടുത്തു.